തിരുവനന്തപുരത്തെ വൃക്ഷസമ്പന്ന നഗരമാക്കാൻ വിത്ത് പന്തുകൾ തയ്യാറാക്കി കോർപ്പറേഷൻ. 6000-ലധികം സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ച് 4 ലക്ഷത്തിലധികം വിത്ത് പന്തുകളാണ് നഗരസഭ തയ്യാറാക്കിയത്. 2050-നുള്ളിൽ തലസ്ഥാന നഗരത്തെ കാർബൺ രഹിതമാക്കുകയാണ് ലക്ഷ്യം. തലസ്ഥാനത്തെ വൃക്ഷങ്ങളാൽ സമ്പന്നമാക്കാനുള്ള മാതൃകാ പദ്ധതിയാണ് വിത്ത് പന്ത് നിർമ്മാണം. കുട്ടികളെ പങ്കെടുപ്പിച്ച് അവധി ദിനത്തിൽ നടത്തുന്ന പരിപാടിക്കെതിരെ പ്രതിഷേധമെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ പ്രചരണങ്ങളെ ആകെ തള്ളിക്കളയുന്നതായിരുന്നു പുത്തരിക്കണ്ടം മൈതാനത്തെ കാഴ്ച. മൈതാനത്തൊരുക്കിയ പടുകൂറ്റൻ പന്തലിനുള്ളിൽ സ്കൂൾ കുട്ടികൾ നിറഞ്ഞു കവിഞ്ഞു. തലസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ രാവിലെ 7 മുതൽ പന്തുകൾ നിർമ്മിച്ചു തുടങ്ങി. കളിമണ്ണ് കുഴച്ച് അതിൽ പലവിധ വൃക്ഷങ്ങളുടെ വിത്തുകൾ ചേർത്ത് അവരുണ്ടാക്കിയ മൺപന്തുകളാണിത്. നഗരത്തെ കാർബൺ രഹിതമാക്കുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആഘാതങ്ങൾക്ക് പരിഹാരം കാണുക എന്നതുകൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി നഗരസഭ തയ്യാറാക്കിയ ഗ്രീൻ ബജറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. തീർച്ചയായും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു മുൻകൈയാണിത്. നമ്മുടെ സമൂഹത്തിലും ലോകത്തും നിലനിൽക്കുന്ന ഒട്ടേറെ ഗൗരവമായ വിഷയങ്ങൾ പ്രതിപാദിക്കേണ്ട ഒന്നാണ് ഈ പരിപാടി. കുട്ടികളുണ്ടാക്കിയ പന്തുകൾ നഗരപരിധിയിലെ വിവിധയിടങ്ങളിൽ നിക്ഷേപിക്കും. പൊതു ഇടങ്ങളിലും സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാകും വിത്ത് പന്ത് നിക്ഷേപിക്കൽ നടത്തുക. ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള 4 ലക്ഷത്തിൽ പരം വരുന്ന 4 ലക്ഷത്തിലധികം വരുന്ന സീഡ് ബോളുകൾ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ, അത് സ്കൂളുകളുണ്ട്, പൊതു ഇടങ്ങളുണ്ട്, തരിശുഭൂമികളുണ്ട്, നമ്മുടെ ഓഫീസുകളുണ്ട്, സാധ്യമായ എല്ലാ സ്ഥലത്തും ഈ കുഞ്ഞുങ്ങളെയും പൊതുജനങ്ങളെയും ഒക്കെ നിർത്തിക്കൊണ്ട് അവരെ കൂടി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തി ഇത് താഴെ തട്ടിലേക്ക് എത്തിക്കണം എന്നതാണ് നഗരസഭ ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനത്താദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ഹരിത ബജറ്റ് അവതരിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.